നമ്മുടെ ഒരു മകൻ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യം ഇവിടെ പ്രകാശിപ്പിക്കുകയാണ്. കൂടുതൽ പേരും ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പല രീതിയിൽ മോൻസ്റ്റേട്ടനായിട്ടും ടീച്ചറൊക്കെ ആയിട്ടും ബന്ധം ഉള്ള മനുഷ്യരാണ്. ഈ ഒരു സന്ധ്യയിൽ നമ്മുടെ വെറുതെ ഒരു വാത്സല്യം മാത്രം ഒന്ന് പറഞ്ഞ് വെറുതെ ഒരു പുസ്തകത്തിൻ്റെ ഒരു ഘടനയിലേക്കൊന്ന് എത്തി നോക്കാമെന്ന കരുതുക. എന്തിനാണ് എഴുതുന്നുള്ളൊരു പ്രശ്നം എല്ലാ കാലത്തും ഉണ്ട്. അതിങ്ങനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിലൊക്കെ നിങ്ങളത് തിരഞ്ഞു ചെല്ലുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 100ഓളം കാരണങ്ങളെങ്കിലുമൊക്കെ ഇങ്ങനെ മനുഷ്യർ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വൈ ഡു മെൻ റൈറ്റ്? എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കുഞ്ഞു കാര്യമാണ് എന്തിനാ കിളികൾ പാടുന്നതെന്ന് എനിക്ക് ഉള്ള അന്വേഷണം. അത് ചിലങ്ങളും വിചാരിക്കുന്ന കിളികൾ പാടുന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ പ്രഭാതങ്ങളെ ഇങ്ങനെ ചാരുതയുള്ളതാക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഒരു പഠനം പറയുന്നത് തണുത്ത ദേശങ്ങളിലാണ് രാത്രി മുഴുവൻ കൊടിയ തണുപ്പാണ്. പുലരിയിൽ എല്ലാ കിളികളും ഉണരണമെന്നില്ല. കൊടിയ തണുപ്പിൽ ചിലതൊക്കെ ഇങ്ങനെ തണുത്തുറഞ്ഞ് മരിച്ചു പോയേക്കും. അപ്പോൾ ഓരോ പുലരിൽ ഉണരുമ്പോൾ തൻ്റെ ഇണയോട് താൻ മരിച്ചിട്ടില്ല എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കിളികൾ പാടുന്നൊരു സങ്കല്പമുണ്ട്. ഐ എം ഹിയർ. ഒരാൾ അയാളെ തന്നെ അടയാളപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ മീഡിയത്തിൻ്റെ പേരാണ് കവിത, എഴുത്ത്. ഐ എം ഹിയർ. മറ്റുള്ളതൊക്കെ അതിൻ്റെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സാണ്, അതിൻ്റെ വെറുതെ അലങ്കാരങ്ങൾ മാത്രമാണ്. നമ്മുടെ ഒരു എല്ലാ അർത്ഥത്തിലും നമ്മുടെ പ്രിയപ്പെട്ടൊരു മകൻ അയാളെ തന്നെ ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. സ്ത്രീകളുടെ കവിതകളെക്കുറിച്ചൊക്കെ ഒരു ഒരു വിചാരമുണ്ട്. അവർ എഴുതാൻ ഭയക്കുന്ന ആത്മകഥയാണ് അവരെ കവിതകളായിട്ട് മാറുക എന്നുള്ള സങ്കല്പമുണ്ട്. സ്ത്രീകളിലെ മാത്രമല്ല, സ്ത്രൈനാർദ്രത പുലർത്തുന്ന എല്ലാ മനുഷ്യരുടെയും മാസ്കാണ് അവരുടെ കവിത. അവരടയാളപ്പെടുത്താൻ ഭയക്കുന്ന അവരുടെ ആത്മകഥയിലെ ഏടുകളാണ് ഇങ്ങനെ കവിത എന്ന ഒരു മൂടുപടമണിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ആ അർത്ഥത്തിൽ എനിക്കറിയാവുന്ന എൻ്റെ ഒരു കുട്ടിയെന്ന നിലയിൽ സംഗീതിൻ്റെ കവിതകൾ എന്നെ വിഷമിപ്പിച്ചു.